ഹായ് മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കലണ്ടർ ചോദ്യങ്ങൾക്ക് എങ്ങനെ എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താം എന്നതാണ്. കലണ്ടറിനോടനുബന്ധിച്ചുള്ള ചോദ്യങ്ങൾ നമ്മുടെ LSS ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ട്. മക്കൾ മുഴുവനായിട്ടും കാണുക, നന്നായിട്ട് പഠിക്കാൻ. 2025 ജനുവരി 1 ബുധനാണെങ്കിൽ 2025 ഡിസംബർ 31 ഏത് ദിവസമായിരിക്കും? ഇങ്ങനൊരു ചോദ്യം വന്നാൽ മക്കൾ എന്ത് ചെയ്യും? ഒരു വർഷത്തെ മുഴുവനായിട്ടുള്ള കലണ്ടർ നോക്കേണ്ടി വരുമോ? അതുപോലെ മറ്റൊരു ചോദ്യം, 2025 മാർച്ച് 8 ശനിയാണെങ്കിൽ 2025 നവംബർ 8 ഏത് ദിവസമായിരിക്കും? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ട്രിക്കുകളൊക്കെ ഒന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ചോദ്യം എന്താണ്? 2025 ജനുവരി 1 ബുധനാണെങ്കിൽ 2025 ഡിസംബർ 31 ഏത് ദിവസമായിരിക്കും? ആൻസർ ബുധന്. ഇതെങ്ങനെ കണ്ടെത്തും? അതിവർഷമല്ലാത്ത ദിവസങ്ങളിൽ ജനുവരി 1 ഏത് ദിവസമാണോ ആ ദിവസം തന്നെയായിരിക്കും ഡിസംബർ 31. ഇതാ കലണ്ടറിൽ ജനുവരി 1 ബുധൻ, ഡിസംബർ 31 ബുധൻ. ഇത് അതിവർഷമല്ല. 2025 ജനുവരി 1 ബുധനാണെങ്കിൽ 2026 ജനുവരി 2 ഏത് ദിവസമായിരിക്കും? 2025 ജനുവരി 1 ബുധൻ, ഡിസംബർ 31 ബുധൻ. 2026 ജനുവരി 1 വ്യാഴം, ജനുവരി 2 വെള്ളി. അതിവർഷങ്ങളിൽ ജനുവരി 1 ഡിസംബർ 31 ഒരേ ദിവസമായിരിക്കില്ല. ജനുവരി 1 ഏത് ദിവസമാണോ അതിൻ്റെ അടുത്ത ദിവസമായിരിക്കും ഡിസംബർ 31. സാധാരണ വർഷങ്ങളിൽ ഒരു വർഷത്തിൽ 365 ദിവസമാണ് ഉണ്ടായിരിക്കുക. എന്നാൽ അതിവർഷങ്ങളിൽ, അതായത് നാലാമത്തെ വർഷം 366 ദിവസങ്ങളുണ്ടായിരിക്കും. അതിവർഷത്തിലെ ഒരു ദിവസം ഏത് മാസത്തിലാണ് രേഖപ്പെടുത്തുന്നത്? ഫെബ്രുവരി 29. ഇതാ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് അതിവർഷങ്ങൾ എഴുതിയിട്ടുണ്ട്. 2000, 2004, 2008. കഴിഞ്ഞ വർഷം 2024 അതിവർഷമായിരുന്നു. ഇനി 2028 അതിവർഷം. അതിവർഷത്തെ നമുക്ക് എങ്ങനെ കണ്ടെത്താം? 4നെ വർഷത്തെ 4 കൊണ്ട് ഹരിക്കുക. ശിഷ്ടം വരുന്നില്ലെങ്കിൽ അത് അതിവർഷമായിരിക്കും. ഇവിടെ ഒരു കലണ്ടർ നൽകിയിട്ടുണ്ട്. 2024 ജനുവരി 1 തിങ്കളാണ്. വർഷത്തിൽ ഫെബ്രുവരിയിൽ 29 ദിവസം ഉണ്ടായിരിക്കും. അതിവർഷങ്ങളിൽ ജനുവരി 1 ഏത് ദിവസമാണോ അതിൻ്റെ തൊട്ടടുത്ത ദിവസമായിരിക്കും ഡിസംബർ 31. ഡിസംബർ 31 ചൊവ്വയാണ്. അതിവർഷമല്ലാത്ത ദിവസങ്ങളിൽ ജനുവരി 1 ഏത് ദിവസമാണോ ഡിസംബർ 31 ആ ദിവസമായിരിക്കും. ജനുവരി 1 ബുധനാണെങ്കിൽ ജനുവരി 29 ഏത് ദിവസമായിരിക്കും? ബുധൻ. എങ്ങനെ കണ്ടെത്തി? എല്ലാ മാസവും 1-ാം തീയതിയും 29-ാം തീയതിയും ഒരുപോലെയായിരിക്കും. അതുപോലെ 2, 30, 3, 31 ഒരേ ദിവസമായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ജനുവരി 1 ബുധനാണെങ്കിൽ ആ മാസത്തിൽ എത്ര ബുധനാഴ്ചകൾ ഉണ്ടാകും? ഇവിടെ ആൻസർ 5 ആണ്. ഇത് കണ്ടെത്തുന്നത് മറ്റൊരു രീതിയിലൂടെയാണ്. ഇവിടെ നമുക്ക് വേറെ ക്വസ്റ്റ്യൻസും കൂടി നോക്കാം. നമുക്ക് ചോദ്യത്തിൽ ഒരു ഡേറ്റ് തന്നിട്ടുണ്ട്. ഉദാഹരണമായിട്ട് 8 തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ആഴ്ച കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിനോടുകൂടി 7 കൂട്ടണം. കലണ്ടർ വരയ്ക്കാൻ തന്നതിൽ 8-ാം തീയതിയാണ് നമുക്ക് തന്നിട്ടുള്ളത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 1-ാം തീയതി എങ്ങനെ കണ്ടുപിടിക്കും? 7 കുറയ്ക്കുക. അല്ലെങ്കിൽ 15-ാം തീയതി കണ്ടുപിടിക്കാൻ 7 കൂട്ടുക. മാസങ്ങൾ കൃത്യമായിട്ട് മക്കൾ പഠിച്ചിരിക്കണം. 31 മാസങ്ങൾ, 30 മാസങ്ങൾ, 29, 28 മാസങ്ങൾ. 31 മാസങ്ങളിൽ 1, 2, 3 തീയതികൾ വരുന്ന ദിവസങ്ങൾ 5 ദിവസങ്ങൾ ഉണ്ടായിരിക്കും. 31 മാസങ്ങൾ എഴുതിയിട്ടുണ്ട്, 30 മാസങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. മക്കൾ പഠിക്കണം. കൈവിരൽ മടക്കിയിട്ട് 30, 31 മാസങ്ങൾ കണ്ടെത്താനൊക്കെ ഒരു എളുപ്പ വഴിയുണ്ട്. ഉയർച്ച വരുന്ന ഭാഗത്ത് 31, താഴ്ച വരുന്ന ഭാഗത്ത് 30. അതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. 30 ദിവസങ്ങളുള്ള മാസങ്ങളിൽ 1, 2 തീയതികളുള്ള ദിവസങ്ങൾ 5 ദിവസങ്ങൾ ഉണ്ടായിരിക്കും. 29 ദിവസങ്ങളുള്ള ഫെബ്രുവരിയിൽ 1-ാം തീയതി 5 ദിവസം ഉണ്ടായിരിക്കും. 2025 മാർച്ച് 1 ശനിയാണ്. ആ മാസത്തിൽ 5 ശനിയാഴ്ചകൾ ഉണ്ടായിരിക്കും. 2-ാം തീയതിയുള്ള ഞായർ 5 ദിവസം ഉണ്ടായിരിക്കും. തിങ്കൾ 3-ാം തീയതിയുള്ള തിങ്കൾ 5 ദിവസം ഉണ്ടായിരിക്കും. 1-29 ഒരേ ദിവസം, 2-30 ഒരേ ദിവസം, 3-31 ഒരേ ദിവസം. കണ്ടല്ലോ. 2024 ഫെബ്രുവരി 1-ാം തീയതിയും 29-ാം തീയതിയും ഒരേ ദിവസമായിരുന്നു. അതിവർഷ കലണ്ടറാണ്. ഇനി അടുത്ത അതിവർഷം 2028. ഇതല്ലാത്ത ദിവസങ്ങൾ 4 ദിവസങ്ങൾ ഉണ്ടായിരിക്കും. ജൂൺ മാസം 30 ദിവസമാണല്ലോ. അതിൽ 1, 2 തീയതികൾ ഏത് ദിവസമാണ് വരുന്നത്? അത് 5 ദിവസം ഉണ്ടായിരിക്കും. 1-ാം തീയതി ഞായർ 5 ദിവസങ്ങളുണ്ട്. 2-ാം തീയതി തിങ്കൾ
തിങ്കളും ഇതുപോലെ 5 ദിവസങ്ങളുണ്ട്. ജൂൺ 1 ഞായറാണെങ്കിൽ ആ മാസത്തിൽ എത്ര ശനിയാഴ്ചകൾ ഉണ്ടായിരിക്കും? 4. എങ്ങനെയാണ് കണ്ടെത്തിയത്? ജൂൺ മാസം 30 ദിവസങ്ങളാണ്. അതിൽ 1, 2 തീയതികൾ വരുന്ന ദിവസങ്ങൾ മാത്രം, അതായത് ഞായർ, തിങ്കൾ, ഇത് മാത്രമാണ് 5 ദിവസം ഉണ്ടായിരിക്കുക. മനസ്സിലായല്ലോ? ഇനി ഇതുപോലെ മറ്റൊരു ചോദ്യം. ജൂൺ 1 ഞായറാണെങ്കിൽ ജൂലൈ 2 ഏത് ദിവസമായിരിക്കും? ജൂൺ 1 ഞായറാണെങ്കിൽ 29 ഏത് ദിവസമായിരിക്കും? ഞായർ തന്നെ അല്ലേ? 30 തിങ്കൾ, 31 ഉണ്ടോ? ഇല്ല. അടുത്ത മാസം ജൂലൈ 1 ചൊവ്വ, ജൂലൈ 2 ബുധൻ. 2025 ജനുവരി 1 ബുധനാഴ്ചയാണ് എങ്കിൽ ഈ വർഷം ആകെ എത്ര ബുധനാഴ്ചകളുണ്ട്? ഇതെങ്ങനെ കണ്ടെത്താം? ഒരു വർഷത്തിൽ 52 ആഴ്ചകളും ഒരു ദിവസവുമാണ് ഉണ്ടാകുന്നത്, അതായത് സാധാരണ വർഷങ്ങളിൽ. എന്നാൽ അതിവർഷങ്ങളിൽ 52 ആഴ്ചകളും 2 ദിവസവും ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ആൻസർ വേഗത്തിൽ കണ്ടെത്താലോ. 52 ബുധനാഴ്ചകൾ, അതിനോട് കൂടിയിട്ട് 1 കൂട്ടണം. 1-ാം തീയതി ആയതുകൊണ്ട് ഈ അധികം വരുന്ന 1 ബുധനാഴ്ചയായിരിക്കും. അപ്പോൾ 52 + 1 = 53. 53 ബുധനാഴ്ചകൾ ഉണ്ടായിരിക്കും. ബാക്കിയുള്ള ദിവസങ്ങൾ 52 ആഴ്ചകളായിരിക്കും. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അടുത്തത്. മാർച്ച് 8 ശനിയാണെങ്കിൽ നവംബർ 8 ഏത് ദിവസമായിരിക്കും? കലണ്ടറിലെ ചില മാസങ്ങൾ ഒരേപോലെയായിരിക്കും. ഏതൊക്കെ മാസങ്ങളാണ്? മാർച്ച്, നവംബർ ഒരുപോലെയായിരിക്കും. ഏപ്രിൽ, ജൂലൈ, സെപ്റ്റംബർ, ഡിസംബർ ഒരേപോലെയായിരിക്കും. മാർച്ച് 8 ശനിയാണെങ്കിൽ നവംബർ 8 ശനിയായിരിക്കും. സാധാരണ വർഷങ്ങളിൽ ജനുവരി, ഒക്ടോബർ ഒരേപോലെയായിരിക്കും. ഫെബ്രുവരി, മാർച്ച്, നവംബർ ഈ 3 മാസങ്ങളും ഒരേപോലെയായിരിക്കും. 2025 ഫെബ്രുവരി 28 വെള്ളിയാഴ്ചയായാൽ നവംബർ 28 ഏത് ദിവസമായിരിക്കും? ആൻസർ വെള്ളി. ഫെബ്രുവരി, മാർച്ച്, നവംബർ ഒരേപോലെയായിരിക്കും. 2025 ജനുവരി 10 വെള്ളിയാഴ്ചയായാൽ 2025 ഒക്ടോബർ 11 ഏത് ദിവസമായിരിക്കും? നമുക്കറിയാം ജനുവരി, ഒക്ടോബർ ഒരേപോലെയായിരിക്കും. ജനുവരി 10 വെള്ളിയായാൽ ഒക്ടോബർ 10 വെള്ളി, 11 ശനി. മക്കളെ, നമ്മുടെ ചാനലിലൂടെ എല്ലാ വിഷയങ്ങളും നൽകുന്നുണ്ട്. ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ചാനൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളും പത്ര കട്ടിങ്സൊക്കെ അതിൽ നൽകാറുണ്ട്. മക്കളെല്ലാവരും അതിൽ ജോയിൻ ചെയ്യണം കേട്ടോ. ഇതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ചതുരം, സമചതുരം, ചുറ്റളവ്. അത് ക്ലാസ് എടുത്ത് വിട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. മക്കളത് പോയി കണ്ട് 4 മാർക്കിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കലണ്ടർ ഭാഗമാണ് നൽകിയിട്ടുള്ളത്. ചോദ്യചിഹ്നമുള്ള കളത്തിൽ ഏത് തീയതിയാണ് വേണ്ടത്? ഇവിടെ നമുക്ക് 11 തന്നിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയുള്ള കള്ളിയിലെ ഡേറ്റ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 7 പ്ലസ് ചെയ്യണം. 11 + 7 18. നെക്സ്റ്റ് കള്ളിയിൽ 19. അതുമല്ലെങ്കിൽ നമുക്ക് എളുപ്പ വഴി കോണുകൾ വരുന്ന കളങ്ങളിൽ നമുക്ക് 8 പ്ലസ് ചെയ്യാം. 11നോട് 8 കൂട്ടിയാൽ 19, 19നോട് 8 കൂട്ടിയാൽ 27. പിന്നെ അടുത്ത കള്ളി നമുക്ക് 28 കിട്ടും. ഈ രീതിയിലും ഇത് ചെയ്യാം. നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണോ അതുപോലെ ചെയ്തെടുക്കാം. 14നോട് 7 പ്ലസ് ചെയ്തു 21 കിട്ടി. വീണ്ടും 7 പ്ലസ് ചെയ്തു 28 കിട്ടി. കണ്ടല്ലോ? മാത്സ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ മാത്സ് ചെയ്യുമ്പോൾ സ്ഥാനവില തെറ്റാതെ നമ്മൾ ശരിക്ക് ചെയ്യണം. ഒരു അക്കം തെറ്റിയാൽ നമ്മുടെ ആൻസർ മൊത്തം നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.